ഹലോ, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഹൃദയപൂർവ്വം ലോക ചിത്രങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. 28 രാവിലെ 9:30-ക്കാണ് ഈ രണ്ട് സിനിമകളും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റിലീസ് ചെയ്യുന്നത്. 250ഓളം തിയേറ്ററുകളാണ് രണ്ട് സിനിമകളും പ്രദർശനത്തിനെത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് സിനിമയുടെ ദൈർഘ്യവും. 2 മണിക്കൂർ മുകളിലുള്ള 2 മണിക്കൂർ 31 മിനിറ്റാണ് രണ്ട് സിനിമയുടെയും ദൈർഘ്യമായി വരുന്നത്. അതായത് കൃത്യം പറഞ്ഞാൽ 12:30-ഓടെ സിനിമയുടെ റിവ്യൂ, ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ്. സിനിമയ്ക്ക് ഇതുവരെയുള്ള ഒരു പ്രിവ്യൂ റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. ഈ സിനിമ എങ്ങും പ്രിവ്യൂവിനും കാര്യങ്ങൾക്കും ഒന്നും പോയിട്ടില്ല. എന്തായാലും മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. ഒപ്പം ലോക എന്ന ചിത്രം അത് ദുൽഖറിൻ്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുമ്പോൾ മലയാളത്തിൽ പുതിയ ചരിത്രം കുറിക്കാൻ അല്ലെങ്കിൽ പുതിയ ഒരു എപ്പിസോഡ് തുടങ്ങാൻ പോകുന്ന ചിത്രമായി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ ടീസർ ഇതിനിടയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഞെട്ടിക്കാൻ ഹൃദയപൂർവ്വത്തിൻ്റെ ഇടയിലും ഈ ഒരു സിനിമയുടെ ടീസർ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യ പ്രതികരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. രണ്ട് സിനിമയും വമ്പൻ വിജയമാകട്ടെ എന്ന ആശംസിക്കുകയാണ്. മോഹൻലാലിന് ഈ വർഷം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയോടെയാണ് തുടക്കമുണ്ടായത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് അത്ര കണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. കളക്ഷൻ നേടിയെങ്കിലും സിനിമ ഒരു വമ്പൻ പരാജയമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നീട് വന്ന സിനിമയാണ് തുടരുമെന്നുള്ള സിനിമ. അതൊരു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായി മാറുന്ന കാഴ്ച കണ്ടു. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. തുടർന്നും അദ്ദേഹം ഈ ഒരു സിനിമയിലൂടെ വമ്പൻ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഹാട്രിക് 100 കോടിയിലേക്ക് അല്ലെങ്കിൽ ഹാട്രിക് 200 കോടിയിലേക്ക് എത്താനുള്ള ചാൻസുകളാണ് ഈ ഒരു സിനിമ നൽകുന്നത്. കല്യാണി പ്രിയദർശനെ കേന്ദ്ര കഥാപാത്രമായിട്ടാണ് ചന്ദ്ര എന്ന ഈ ഒരു സിനിമയിലെത്തുന്നത്. ലോകയുടെ ചാപ്റ്റർ 1 വരുന്നത്. എന്താണെങ്കിലും മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിഷ്വൽ ക്വാളിറ്റിയിലും മേക്കിംഗ് ക്വാളിറ്റിയിലും സമ്പന്നമായ ചിത്രമാണ്. ഒപ്പം കഥ കൂടി കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും മലയാള സിനിമ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരിത ഉള്ള ചിത്രമായി മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ ചരിത്രമാവുകയും ചെയ്യും. എന്താണെങ്കിലും ഈ ഒരു രണ്ട് സിനിമകളിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ്, ആദ്യം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് പറയാം. ആദ്യ റിവ്യൂവുമായി നമ്മൾ വരുന്നതാണ് ഗ്രീൻ മീഡിയാസ്.